അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ തിരുമ്പി വന്നിട്ടേ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന പറഞ്ഞാൽ റെസിൻ ടേബിൾ. ഒരുപാട് ആളുകൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതിൻ്റെ ചെറിയൊരു റീൽ ഇട്ടപ്പോൾ തന്നെ 1 മില്യൺ വ്യൂസിന് മേളിൽ പോയിട്ടുണ്ട്. 1 മില്യണിന് മേളിൽ വ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു എൻ്റെ ഫുൾ വീഡിയോ ഇല്ല ഒന്ന് ഇടാൻ കുറച്ച് സമയമായി. കാരണം വീഡിയോ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എൻ്റെ സ്വന്തം വീട്ടിലോട്ട് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം പോയി. അപ്പോൾ ഇപ്പോഴാണ് ടൈം കിട്ടിയ ഒന്ന് സെറ്റായി വന്നപ്പോൾ. അപ്പോൾ നമ്മൾ ഇതിന് ഉപയോഗിച്ച മരം എന്ന് പറയുന്നത് കരിന്തേര എന്ന് പറയുന്ന മരമാണ്. നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഉറക്കം തൂങ്ങി എന്നൊക്കെ പറയും നമ്മൾ. അതിൻ്റെ നല്ല കാതലുള്ള നല്ല പഴക്കമുള്ള മരം ഇട്ട് എടുക്കണം. നല്ല പഴക്കം ഉണ്ടാകണം. ഒരു 10-15 കൊല്ലം അതിന് മേളിൽ പഴക്കമുള്ള എടുക്കണം. ആ മരം നമ്മളെടുത്ത് 2.5 ഇഞ്ച് കനത്തിൽ 2.5 അല്ലെങ്കിൽ 2 ഇഞ്ച് കനം ആയാലും കുഴപ്പമില്ല. അതാണ് നമ്മൾ എടുത്തേക്കുന്നത്. നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എല്ലാ പരിപാടികളും ചെയ്യണം. നമുക്ക് അതിൻ്റെ ഷേപ്പ് ആ അറ്റത്ത് 2 ഭാഗത്ത് വൈറ്റ് കണ്ടില്ലേ, ആ വൈറ്റ് അങ്ങനെ നിർത്തിയേക്കുന്നതാണ് കേട്ടോ. ഇച്ചിരി ഭംഗിക്ക് ആ ടേബിൾ ചെയ്യുമ്പോൾ ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നിർത്തിയേക്കുന്നതാണ്. പിന്നെ ഞാൻ തന്നെയാണ് ഇതിൻ്റെ ടേബിളിൻ്റെ മൊത്തം വർക്ക് ചെയ്തേക്കണം. നമ്മൾ പുറത്തുനിന്ന് ഒരാളെ വിളിച്ചിട്ടില്ല. ആ സാൻഡറിങ്, അതായത് അവരെ കൊണ്ട് നമ്മൾ ആ ഒരു എന്താ പറയുക മരം ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ള ഒറ്റ ഒരു സാൻഡറിങ് മാത്രമേ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇതിലെ പണികൾ നമ്മൾ സ്വന്തമായിട്ട് ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ സൈഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് റൗണ്ട് ഷേപ്പിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. സാൻഡറിങ്ങിൻ്റെ ബ്ലേഡൊക്കെ വെച്ചിട്ട് ഉരുട്ടി നമ്മുടെ ഇഷ്ടത്തിന് ഒരു ലെവലിംഗ് ഇല്ലാത്ത രീതിയിൽ ഒരു ഡൈനിങ് ടേബിളാണ് ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് സ്ക്വയർ ആയിട്ടുള്ളതൊന്നുമല്ല. സൈഡൊക്കെ ഉരുട്ടി പിന്നെ പല അളവിൽ ആ ഒരു മരം എങ്ങനെ മുറിച്ച് കിട്ടുന്നോ അതിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് അതുപോലെ ചെയ്യാം. നമ്മുടെ മെയിൻ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോക്സി റെസിൻ എങ്ങനെ ചെയ്യാമെന്നാണ്. അപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റിൽ എങ്ങനെ ഒരു ടേബിൾ മേക്ക് ചെയ്യാം, അത് നല്ല കനമുള്ളതും നല്ല കാണാൻ ഭംഗിയുള്ളതും ഇച്ചിരി കലയുള്ളതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇതാണ് നല്ലത്. തേക്കിലൊക്കെ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ അതിനനുസരിച്ച് എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ റെസിനാണെങ്കിലും ഈ പറഞ്ഞ പോലെ പ്രൈസ് ഉണ്ട്. അപ്പോൾ റെസിൻ്റെ അളവും എങ്ങനെ നമുക്കിതിൽ കുറയ്ക്കാം എന്നുള്ളതും കൂടിയാണ് ഈ ഒരു വീഡിയോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ വീഡിയോസും മുഴുവനായിട്ട് കാണുക. ഇച്ചിരി സമയം എടുക്കുമെന്ന് പറഞ്ഞ് ഷോർട്ട് വീഡിയോസ് അല്ലാത്തതുകൊണ്ട് ആരും എണീറ്റ് പോകണ്ട. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ചെയ്യാം. പിന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. കാണുന്ന ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോഴാണ് വീഡിയോസ് എല്ലാ ആളുകളിലോട്ട് എത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യാം. കമൻസ്, നിങ്ങളുടെ വിലപ്പെട്ട കമൻസുകൾ നമുക്ക് അയച്ചു കൊടുക്കുക. പോരായ്മകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് കമൻസിലും കാര്യങ്ങളൊക്കെ അയക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് 100ൻ്റെ പേപ്പർ ഇട്ട് ഞാനൊന്ന് സാൻഡർ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പൊടി ഉണ്ടാവും. അപ്പോൾ പൊടിയൊക്കെ പുറത്തു പോകാനുള്ള സെറ്റപ്പിൽ തന്നെയാണ് ചെയ്ത് വെച്ചേക്കുന്നതും. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ നോർമലിൽ എന്താ ചെയ്യണത്, സീലർ അടിക്കുക. അപ്പോൾ ആ ഒരു സീലർ കോട്ടിങ് തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. സീലർ അടിച്ച് കഴിയുമ്പോഴേക്കും മരത്തിൻ്റെ ഒരു ഫിനിഷിങ് കണ്ടു കഴിഞ്ഞ് ഞെട്ടും. ഇപ്പോൾ കിടക്കുന്ന ഒരു വൈറ്റ് ഫീലല്ലേ, സീലർ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കുണ്ടല്ലോ ആ മരത്തിൻ്റെ ആ ഒരു കളറ്, ഗ്രെയിൻസ്, കംപ്ലീറ്റ് സാധനങ്ങൾ പോകും. ഈ സീലർ അടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ കട്ടി കൂട്ടിയല്ല അടിക്കേണ്ടത്, വളരെ കനം കുറച്ച് തന്നെ സീലർ ചെയ്യണം. എന്നാലാണ് ഈ മരത്തിൻ്റെ ഉള്ളിലോട്ട് ഇത് ഇറങ്ങുള്ളൂ. നല്ല രീതിയിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ലൂസാക്കി തന്നെ സീലർ അപ്ലൈ ചെയ്യണം. വെറുതെ കനം കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മേളിൽ പാട പോലെ മുങ്ങി കിടക്കുകയുള്ളൂ. മരത്തിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി കിടക്കണം. കാരണം ഇതൊരു ഡൈനിങ് ടേബിളാണ്. എപ്പോഴും അത് ആ ലാസ്റ്റിങ് വേണമെന്നുണ്ടെങ്കിൽ ആ ലെവലിൽ തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ. ആ കലകളൊക്കെ തെളിഞ്ഞു തന്നെ വേണ്ട. നല്ല മരം എന്ന് പറഞ്ഞാൽ നല്ല മരം. അത്രയും കാതൽ വേണം കേട്ടോ. ഉറക്കം തൂങ്ങിയുടെ കുറഞ്ഞ മരങ്ങളും അല്ലെങ്കിൽ കാതലില്ലാത്ത മരങ്ങളും ഒക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഞാൻ ഗ്യാരണ്ടി അല്ല. നല്ല രീതിയിലുള്ള, അതായത് എനിക്ക് തന്നെ ഈ ഒരു മരത്തിൻ്റെ പഴക്കം എന്ന് പറഞ്ഞാൽ ആ വണ്ണം കണ്ടില്ലേ, വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ വലിയ വണ്ണം, 46 ഇഞ്ച് വണ്ണവും ഒരു 13, അതായത് ഒരു 86 ഇഞ്ച് നീളം ഉണ്ടായിരുന്നു ഞാനെടുത്ത ആ ഒരു പീസിന്. അതിൽ ഞാനിത് കട്ട് ചെയ്ത് അതൊരു 70 ഇഞ്ചും പിന്നെ ഒരു 36 ഇഞ്ച് വീതിയും ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സീലർ കോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിനൊരു കുഴി ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ഇത് ഡബിളായിട്ട് കീറി റെസിൻ ഒഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി റെസിൻ വേണം, നല്ല പേയ്മെൻറ്റ്സ് ആവും. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റെസിൻ ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൂട്ടർ എടുത്തിട്ടുണ്ട്. ഈ റൂട്ടറിൽ ഒരു 4 ഇഞ്ചോളം റൂട്ടറിൻ്റെ താഴ്ത്തി വെച്ചിട്ട് 4 ഇഞ്ച് കനത്തിലുള്ള ഒരു കുഴിയാണ് നമ്മൾ ഇടുന്നത്. ആദ്യം ഞാൻ വിചാരിച്ച് നമുക്ക് ആ മരം തന്നെ അവിടെ ഇവിടെയൊക്കെ നിർത്തി അതുപോലെയൊക്കെ ഡിസൈൻ ചെയ്യാം, എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ റെസിനൊക്കെ ഒഴിച്ച് ഭംഗിയാക്കാമെന്നൊക്കെ വിചാരിച്ചേട്ടോ. ലാസ്റ്റ് സ്റ്റേജ് എത്തിയപ്പോഴേക്കും ഞാൻ ആ ഡിസൈനൊക്കെ കളഞ്ഞു. ആ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ആദ്യം അത് നിർത്തി, പിന്നെ ഞാനത് കളഞ്ഞ് പ്ലെയിനായിട്ട് ചെയ്യാമെന്നുള്ള ഒരു മൈൻഡിലോട്ട് വന്ന്. എപ്പോഴും പ്ലെയിനായിട്ട് ചെയ്യുന്നത് തന്നെ നല്ലത്. ഇടയിൽ മരം നിർത്തുമ്പോൾ അത്ര ഷോ ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ റൂട്ടർ അടിക്കുന്ന സമയത്ത് നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഇത് റൂട്ടർ വെച്ച് അടിക്കാൻ വലിയ പണിയൊന്നുമില്ല. ഞാൻ ഈ ഒട്ടിച്ച പോലെ മാസ്കിൻ്റെ ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് ചെയ്യണേ ആർക്കും ഈസി ആയിട്ട് ചെയ്യാം. നല്ല ബ്ലേഡും ആയിരിക്കണം.
ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വലിയ റിസ്ക്കബിളായിട്ടുള്ള പണിയൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ റൂട്ടർ അടിക്കുന്നില്ല. എനിക്കങ്ങനെ തോന്നിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അടിച്ചതെങ്കിലും നല്ല ക്ലിയർ ആയിട്ട് ചെയ്തു. ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ അത് ആ ഡിസൈൻസ് ആയിട്ട് കൂടെ നിർത്തിയിട്ടുണ്ടല്ലോ. പിന്നീട് ഞാനത് എടുത്ത് കളഞ്ഞിട്ടാണ്, കാരണം റെസിന് വയ്ക്കുമ്പോൾ അത് വലിയ ഭംഗിയായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ എടുത്ത് കളഞ്ഞത്. ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. പിന്നീട് ഞാനത് പ്ലെയിൻ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിൻ നമ്മൾ ഇതിലോട്ട് ഒഴിക്കുന്നതിന് മുമ്പുള്ളൊരു ചടങ്ങുണ്ട്. അതായത് റെസിൻ പ്ലെയിനായിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് റെസിൻ നമ്മളൊന്ന് അടിച്ചു കൊടുക്കണം. ഈ റെസിൻ മൊത്തം എല്ലാ ഭാഗത്തും അടിച്ചു കൊടുക്കും. എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരം ഈ റെസിൻ വലിച്ചെടുക്കും. അപ്പോൾ നമ്മൾ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇരുന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒരു കുഴി ഫോം ആവും. പിന്നെ നമ്മൾ രണ്ടാമത് ഒഴിക്കാനൊക്കെ നടക്കണം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ഒഴിക്കലിൽ തന്നെ, കാരണം ഒരു പ്രാവശ്യം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം ഉണങ്ങാനായിട്ട് 8 മണിക്കൂറാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ടൈം ഒരുപാട് പോകും. അപ്പോൾ ആ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ആദ്യം മൊത്തത്തിൽ അടിച്ചു വെക്കും. അടിച്ചു വെച്ച് കഴിയുമ്പോഴേക്കും ഈ സംഭവം അവിടെ ഇരുന്ന് ഇന്ന് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് അത് സെറ്റാവും. പിന്നെ നമുക്ക് റെസിൻ ഒഴിക്കാം, ഒരു കുഴപ്പമില്ല. സീലർ അടിച്ച് വെച്ചാൽ എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിൻ അടിക്കുമ്പോൾ കയറിക്കൊണ്ടുപോയി നമുക്ക് അപ്പം തന്നെ തുടച്ചെടുക്കാം. അതേസമയം അത് സീലർ അടിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടില്ല, സീലർ അടിക്കാത്തതിൻ്റെ ഉള്ളിൽ റെസിൻ ചെന്നപ്പോഴേക്കും കറുത്തു പോയത് അതുപോലെ കറുത്തു പോകും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇല്ലാതിരിക്കാനാണ് എപ്പോഴും സീലർ അടിച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അടിയിലോട്ട് ഒഴുകി നിൽക്കണ പോലെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫുള്ളായിട്ട് ചെയ്തേക്കണ ഒരു ഫീൽ കിട്ടും. അതിന് വേണ്ടിയിട്ട് സൈഡിൽ നമ്മൾ ഒരു പീസ് വെച്ച് അടയ്ക്കും. അപ്പോൾ ആ പീസ് വെച്ച് അടിക്കുമ്പോൾ ആ പീസിൽ റെസിൻ ഒട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊളിഞ്ഞു വരാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഒഴുകി പോകാൻ പാടില്ല. അപ്പോൾ അവിടെ എന്തായാലും മറ കൊടുക്കണം. അപ്പോൾ മറ ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ടങ്ങോട്ട് കൊടുത്തതിന് കുഴപ്പമില്ലാതെ പക്കയായിട്ട് നിൽക്കും. അപ്പോൾ അടിയിൽ ഞാനൊരു ഫെവിക്വിക്ക് മറ്റേ ബോണ്ട് വെച്ചിട്ട് ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട്. അത് തന്നെ ഓപ്പോസിറ്റും അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഈസിയാണ് കേട്ടോ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. നമ്മളൊരു ഡിസൈനിൽ ഈസി ആയിട്ട് അതായത് ഒരു 4 ഇഞ്ച് കുഴിയേ നമുക്കുള്ളൂ. അപ്പോൾ തന്നെ റെസിൻ നമുക്ക് ഒരു 1.5 കിലോ റെസിൻ എടുത്താൽ തന്നെ നമുക്ക് അത്യാവശ്യം മുഴുവനും തികയും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് റെസിൻ എടുക്കണം. റെസിന് കണ്ടമാനം വിലയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ പിന്നെ ഈ ഷീറ്റിലൊക്കെ മാൻഷൻ വാക്സ് ഇച്ചിരി തേക്കണം കേട്ടോ. മാൻഷൻ വാക്സ് ഇച്ചിരി തേച്ചിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. പിന്നെ ഇത് റെസിൻ ബാക്കി വന്നത് ഞാൻ അതുമേക്ക് ഒഴിച്ചു വെച്ചതാണ്, കാരണം നമ്മൾ കലക്കിയത് ഇച്ചിരി ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിലോട്ട് വെറുതെ അടിച്ചതിൻ്റെ മുകളിൽ വെറുതെ ഒന്ന് ഒഴിച്ചു വെച്ചെന്നുള്ളൂ. നമ്മൾ ഉപയോഗിക്കാൻ പോണ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലൂയിഷാണ്, നമ്മൾ വീഡിയോസിലൊക്കെ കണ്ട പോലെ. അപ്പോൾ അതിൻ്റെ പിഗ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ആമസോണിൽ മേടിക്കാൻ കിട്ടും. നല്ല രീതിയിൽ സംഭവം എല്ലാം ബ്ലൂ പിഗ്മെൻറ്റൊക്കെ കിട്ടും. പിന്നെ ഉപയോഗിച്ച റെസിൻ ഏതാണെന്ന് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ മാഗ്നിഫിക്കോട 3:1, അതായത് അതാണ് മേടിക്കേണ്ടത്. സാവധാനം ഉണങ്ങാൻ പാടുള്ളൂ. നമ്മൾ 2.1 ഒക്കെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കനത്തിൽ ഒഴിക്കുകയാണെങ്കിൽ ഹീറ്റാകുകയും അത് ക്രാക്ക് വീഴുകയും ചെയ്യും. ഭയങ്കരമായിട്ട് കനത്തിൽ ഒഴിക്കാൻ പറ്റില്ല. എന്നാൽ നമുക്കിത് അത്യാവശ്യം കനത്തിൽ ഒഴിച്ച് വെക്കാൻ പറ്റും. അതാണ് 3.1 തന്നെ എടുക്കണം എന്ന് പറഞ്ഞത്. പിന്നെ എല്ലാവരും ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. ഇപ്പോൾ ഞാൻ കൈ കൊള്ളാത്ത രീതിയിൽ വെക്കണതുകൊണ്ട് നമ്മളങ്ങനെ അത്രയും വലിയ കാര്യങ്ങൾ ചെയ്യണില്ല. കൈയിട്ടൊന്നും ഇളക്കാൻ നിൽക്കണ്ട, എന്തെങ്കിലും കോലോ കാര്യങ്ങളൊക്കെ ഇട്ട് ഇളക്കുക. കാരണം ഇതൊക്കെ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേരൊക്കെ അകത്തി നിർത്തിയിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. എപ്പോഴും ഒരുപാട് രാത്രി വർക്ക് ചെയ്യരുത്. പ്രാണികളും കാര്യങ്ങളും വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും. ലൈറ്റ് ഇട്ട് വെക്കരുത് രാത്രി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പകൽ തന്നെ ഒഴിക്കുക. പിന്നെ പൊടിയും കാര്യങ്ങളും ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ റെസിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാൻ. പൊടിയൊക്കെ പിടിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഗ്ലൗസ് കാര്യങ്ങൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചേക്കാം കേട്ടോ. ഞാൻ അതുമ്പോൾ തുടരണില്ല, എന്നാലും പറഞ്ഞാണ് വളരെ സൂക്ഷിച്ച് വേണം റെസിൻ ഉപയോഗം ചെയ്യാനായിട്ട്. പിന്നെ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു റെസിൻ ടേബിൾ ഉണ്ടാക്കാം, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എനിക്കാണെങ്കിൽ റെസിന് വളരെ പൈസ 2300 ആ ഒരു റേറ്റിലാണ് വരുന്നുള്ളൂ. നമുക്ക് സാധാരണ നമ്മളൊരു റെസിൻ ടേബിൾ പുറത്തു പോയി കട വെച്ച് ഇതുപോലത്തെ ഒരു റെസിൻ ടേബിളാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും ഒരു 70,000 രൂപ തൊട്ട് ഒരു 90,000 രൂപ വരെ വില വരും. അതിലും വില കുറവിൽ കിട്ടില്ല. അത് ഈ മരം ആയതുകൊണ്ട്. അത് തേക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇതിനേക്കാളും മുകളിൽ വരും. അപ്പോൾ നമ്മൾ ഇതിൽ ഒഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കളറിലെ റെസിനാണ് ഒഴിക്കുന്നത് കേട്ടോ. ഒരു ബ്ലൂ, പിന്നെ മറ്റൊന്ന് ഒരു ലൈറ്റ് കളറ്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതിനെ മറ്റേ നമ്മുടെ എന്താ പറയുക, നമ്മൾ മുടിയൊക്കെ ചൂടാക്കാൻ ഉപയോഗിക്കണല്ലേ ആ സംഭവം, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഹീറ്റ് വേറെ മേടിക്കാനായിട്ട് അത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വിടർത്തി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഈ സാധനം. അപ്പോൾ ഈ 2 കളറുകളും ഇത് ഒഴിച്ച് ആദ്യം തന്നെ ഫില്ലാക്കണം. ഫില്ലാക്കിയിട്ട് ആ ഒരു മെഷീൻ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അകത്തി കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു ഫോഗ് എഫക്റ്റീവിൽ ഈ സാധനം കിടക്കും. രണ്ടും ഈ കളർ കണ്ടില്ലേ, ഒരെണ്ണം സ്കൈ ബ്ലൂ പോലെ, ഒരെണ്ണം ഡാർക്ക് ബ്ലൂ പോലെ. ഇതെല്ലാം മേടിക്കാൻ കിട്ടും കേട്ടോ. ഈ കളറുകളൊക്കെ മേടിക്കാം. നമുക്ക് ആമസോണിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസിൻ പിഗ്മെൻ്റ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കളറിലെ പിഗ്മെൻറ്റ് വേണമെങ്കിലും കിട്ടും. അത് നമുക്ക് റെസിനിൽ ആഡ് ചെയ്യാൻ സാധിക്കും.
അതുപോലെ തന്നെ റെസിനും പല കമ്പനികളുടെ ഉണ്ട്. ഇന്ന കമ്പനിയുടെ എടുക്കണമെന്നില്ല, ഞാനെടുത്ത കമ്പനിയുടെ കാണിച്ചെന്നുള്ളൂ. പക്ഷേ എപ്പോഴും ടേബിൾ എപ്പോക്സി തിരഞ്ഞെടുക്കുമ്പോൾ 3.1 തന്നെ എടുക്കുക കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. 2.1 എടുക്കരുത്, 1.1 എടുക്കരുത്. 2.1 എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹീറ്റാവും. കനം കൂടിക്കഴിഞ്ഞ് പെട്ടെന്ന് ഹീറ്റാവും, പെട്ടെന്ന് ഉണങ്ങും. പക്ഷേ എന്നാലും അത് ഹീറ്റായി ക്രാക്ക് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു മഞ്ഞപ്പൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്, ക്ലാരിറ്റി കുറവ്, അങ്ങനെ പല പ്രശ്നങ്ങളും തോന്നിക്കുന്നുണ്ട്. സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓരോ കമ്പനിയുടെയും അവരുടെ ഇത് വായിച്ച് നോക്കിയിട്ട് അതിൽ സ്റ്റാറൊക്കെ എത്രയുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഇപ്പോൾ ഇതൊക്കെ ഒരു കുടിൽ വ്യവസായം പോലെ ആളുകൾ വീട്ടിലിരുന്ന് റെസിൻ്റെ കൈ ചെയിൻ, ക്ലോക്ക്, ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വീടുകളിലൊക്കെ. അപ്പോൾ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ കേട്ടോ. ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിലൊന്നും എല്ലാവരും വിചാരിക്കും ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഇത് ഡബിളാക്കി മുറിച്ചാൽ നമുക്കിങ്ങനെ ഒഴിക്കാം. പലക രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ രണ്ടായിട്ട് മാറ്റി വെച്ച് അടിയിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഗമ്മൊക്കെ തേച്ച് അടിയിലൊരു ഷീറ്റൊക്കെ പിടിപ്പിച്ച് കവർ ചെയ്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫുള്ളായിട്ട് റെസിൻ ടേബിളാക്കിനെ അങ്ങനെ ആക്കാം. ഓരോരുത്തരും ഇതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒന്ന് ഹീറ്റാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയിൽ ഈ ഒരു സംഭവം നമുക്ക് കിട്ടും. ഇതിൽ ക്ലിയർ കോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ റെസിൻ്റെ ക്ലിയർ വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് അവൈലബിൾ ആണ്. റെസിൻ്റെ പോളിഷ് എടുപ്പുണ്ട്, അത് വേണമെങ്കിൽ അത് പോളിഷ് ചെയ്യാം. ഇനി സാൻഡർ പേപ്പർ വേണമെങ്കിൽ സാൻഡർ പേപ്പർ ഇട്ട് അടിക്കുക. നമ്മൾ നല്ല രീതിയിൽ ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഫിനിഷ് ചെയ്ത് കിട്ടും. 8 മണിക്കൂറാണ്. 8 മണിക്കൂർ കഴിഞ്ഞ് ഇത് ഉണങ്ങി കിട്ടും. പിന്നെ ഒരു കുഴപ്പമില്ല. നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 1 മാസത്തോളമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരുവിധ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. നല്ല രീതിയിൽ പെർഫെക്ഷനായിട്ട് കിടപ്പുണ്ട്. പിന്നെ കാണാനും വേറെ ലെവലാണ്. ഒരു ഫിനിഷിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കാണാനും ഒരു വെറൈറ്റി ആയിട്ടിരിക്കും. ഈ മരത്തിനും എനിക്ക് വലിയ ചിലവ് വന്നിട്ടില്ല, റെസിനും വലിയ ചിലവ് വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നമ്പർ തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ട് ഉള്ള വർക്കുകളൊക്കെ ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഒരിക്കൽ കൂടി ബൈ.